നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. ഇന്ന് MLA.comൽ നമ്മോടൊപ്പം തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് ആണ്. ഉമാ തോമസ് തിരക്കിലാണ്. തൃക്കാക്കരയിലെ പ്രവേശനോത്സവ ദിവസമാണ് MLA.comൽ MLA വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയത്. ആ ദിവസമായതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലെ നിരവധി സ്കൂളുകൾ കയറിയിറങ്ങുകയാണ് ഉദ്ഘാടനത്തിനായി MLA. കുരുന്നുകളുമായി ധന്യനിമിഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് MLA. ആദ്യം നമുക്ക് MLAയുടെ തിരക്കുകളിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. MLA.comൽ നമസ്കാരം, സ്വാഗതം. നമുക്കിനി MLA.comൽ ശ്രീമതി ഉമാ തോമസിന് എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് എന്ന് ചോദിച്ചറിയാം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജീവൻ്റെ MLA.com എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് MLA.comൽ നമ്മോടൊപ്പം കൊച്ചിയുടെ പ്രിയപ്പെട്ട വനിതാ MLA, തൃക്കാക്കരയുടെ മനസ്സറിഞ്ഞ ജനമനസ്സറിഞ്ഞ MLA ശ്രീമതി ഉമാ തോമസ് ആണ്. നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ PT-യുടെ മരണത്തിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുത്ത് അത്യന്തം ആവേശത്തോടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞു തന്നെയാണ് ഉമാ തോമസ് തൃക്കാക്കരയിൽ സജീവ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് MLAയുടെ മനസ്സിൽ? തുടങ്ങി വെച്ച പദ്ധതികൾ ധാരാളമുണ്ട്, ഒപ്പം ഇനിയുള്ള പുതിയ പദ്ധതികളുണ്ട്. എന്തൊക്കെയാണ് MLA.comൽ ഉമാ തോമസിന് പറയാനുള്ളത് നമുക്ക് എന്ന് കേട്ടറിയാം. നമസ്കാരം. നമസ്കാരം സുബിത. നമസ്കാരം. അപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ MLA.com എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. തൃക്കാക്കര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓടി വരുന്നത് ഉമാ തോമസ് MLAയുടെ മുഖമാണ്. ഈ തവണ വൻ ഭൂരിപക്ഷത്തിലാണ് അധികാരം ഏറ്റെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തനം, എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആദ്യം അത് പറയാം നമുക്ക്. ഞാൻ PT തോമസിൻ്റെ ഒരു വിയോഗത്തിന് ശേഷം വളരെ അവിചാരിതമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നതും അതുപോലെ തന്നെ MLA ആയതും. രാഷ്ട്രീയത്തിലേക്ക് കടന്നത് എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എനിക്ക് പണ്ട് തൊട്ട് തന്നെ ഉള്ളതാണ്. ഞാൻ കോളേജുകളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ അവിടെ KSUവിൻ്റെ പ്രവർത്തകയായിരുന്നു. അവിടെ മഹാരാജാസ് കോളേജിൻ്റെ ആദ്യം വനിതാ പ്രതിനിധിയായിരുന്നു, അതിനുശേഷം വൈസ് ചെയർമാനായിരുന്നു എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും PT തോമസ് വിവാഹം ചെയ്തതിന് ശേഷം രാഷ്ട്രീയം മനസ്സിൽ കൊണ്ടു നടക്കുകയും PT തോമസിൻ്റെ ഉന്നമനത്തിനായിട്ട് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ സീനിലേക്ക് വരികയും അതുപോലെ തന്നെ MLA ആയിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനമെടുക്കും. ആ നിയോഗം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്തത്. വളരെ ചാലഞ്ചിങ് ഒരു കാര്യം തന്നെയാണ്. മാറി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ PT തോമസിൻ്റെ കൂടെ ഇലക്ഷൻ കാലത്തും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ കൂടെ നടക്കാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാലും നമ്മളായിട്ട് ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ചാലഞ്ചിങ് തന്നെയായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം നന്നായിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നാളുകൾ എനിക്ക് ഒരു ടേം മുഴുവൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ ടേമിൽ തന്നെ കുറേ നാൾ ഇങ്ങനെ ഈ ഒരു വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നു. അത് പല കാര്യങ്ങളും നമുക്ക് ഇടപെടാതിരുന്നില്ല. എൻ്റെ ഓഫീസ് വളരെ ശക്തമായിട്ട് തന്നെ ആ സമയത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അവരത് ഏറ്റെടുത്ത് നടത്തി എന്നുള്ളത് വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഈ ഇലക്ഷനിലെ വിജയം എന്ന് പറയണത് 10 വർഷമായിട്ട് എല്ലാവരും മാറി ചിന്തിക്കാനായിട്ട്
തുടങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണവും, പിന്നെ അതുപോലെ തന്നെ പി ടി തോമസിനെ എന്ന പോലെ എന്നെയും ജനങ്ങൾ കയ്യയച്ച് സഹായിച്ച് നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിജയവും കൂടിയാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ആളുകൾ വളരെ ഒരു എന്താ പറയുക, പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു ഇത്തവണ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വളരെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ വേണമെന്ന് അണികൾക്ക് നിർബന്ധമായിരുന്നു. എങ്ങനെയായിരുന്നു? വിജയം പ്രതീക്ഷിച്ചിരുന്നോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ ഫസ്റ്റ് തുടങ്ങാം. സ്ഥാനാർത്ഥി ആയി ഉമാ തോമസ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? വിജയം പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥിയാവുമെന്ന് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയണത്. ഞാൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് അനൗൺസ് ചെയ്യാതെ, നമ്മൾ പാർട്ടി അനൗൺസ് ചെയ്യാതെ ആ സ്ഥാനത്തുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഇലക്ഷൻ പ്രവർത്തനമൊന്നും ഞാൻ ആരംഭിച്ചില്ല. പക്ഷേ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ അത്ര നന്നായിട്ട് തന്നെ എൻ്റെ മണ്ഡലത്തിനെ പരിരക്ഷിച്ചിരുന്നു, നന്നായിട്ട് നോക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം, സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്ത ശേഷം മാത്രമാണ് ഇലക്ഷൻ വർക്ക് ആരംഭിച്ചത്. ഇലക്ഷൻ വർക്ക് ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് തീർച്ചയായിട്ടും നല്ല പൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ലായിരുന്നു. ഉറപ്പായിട്ടും ആളുകൾ എന്നെ ചേർത്ത് നിർത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്തവണ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തന്നെയാണോ ഈ മണ്ഡലത്തിൽ നടത്തിയ, തൃക്കാക്കര മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണോ പുതിയൊരു ഊഴമായിട്ട് അവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒരു പരിധിവരെ അതായിരിക്കാം. പിന്നെ അതുകൂടാതെ ഞാനൊരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും ഇടപെട്ടിട്ട് പല കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ടാണ് നമ്മളുടെ ഭരണകർത്താക്കൾ അത് മാറ്റിവെച്ചിരുന്നത്. അടിസ്ഥാന വികസനം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നെസസിറ്റി എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ആ കുടിവെള്ള ലഭ്യത ഇവിടെ ഇല്ല എന്ന് ഇലക്ഷനിൽ, അതായത് എൻ്റെ ബൈ ഇലക്ഷനിൽ തന്നെ ഇവിടെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വന്ന് ഇവിടെ തമ്പടിച്ച് താമസിച്ചിട്ട് അത് കുടിവെള്ളം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കുടിവെള്ള ലഭ്യത എല്ലായിടത്തും ഉണ്ടാവുമെന്നത്. എന്നിരുന്നിട്ട് പോലും അത് നൽകാനായിട്ട്, അതിനായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. പല പ്രാവശ്യം നമ്മളുടെ നിർബന്ധപ്രകാരം മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ മീറ്റിംഗ് അവസാനിച്ചു എന്നല്ലാതെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് 190 MLDയുടെ ഒരു പ്ലാന്റ് അത് സ്ഥാപിക്കണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു. അത് നടപ്പാക്കാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഉറപ്പായിട്ടും ഇനി തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ വികസനം ഏറ്റവും മുന്നിൽ കണ്ട ഒരു പുതുയുഗ ഭരണമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടിവെള്ളം എത്തിക്കാനായിട്ട് ഈ ഗവൺമെൻറ് എല്ലാ രീതിയിലും സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും കുടിവെള്ള പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന പ്രശ്നമാണ്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, കളമശ്ശേരി അടക്കമുള്ള ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ, ആരോഗ്യത്തിന് ചെന്നെത്തേണ്ട സ്ഥലങ്ങളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇപ്പോൾ തൃക്കാക്കരയിൽ തന്നെ നമുക്കറിയാം, തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഒപ്പം തന്നെ തൃക്കാക്കര സഹകരണ ഹോസ്പിറ്റൽ, ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നല്ല നല്ല ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ MLA എന്നുള്ള നിലയിൽ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃക്കാക്കര നിവാസികൾക്ക് ഒരു ജനറൽ ഹോസ്പിറ്റൽ വേണമെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ പോകണം, ഒരു താലൂക്ക് ആശുപത്രി വേണമെങ്കിൽ ആലുവയ്ക്ക് പോകണം, അതുപോലെ മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ കളമശ്ശേരിക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. അത് മാറ്റണമെന്നും അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റൽ ആക്കണം എന്ന്, അതിന് 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അത് വെറുതെ കിടക്കാതെ അവിടെ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലായിട്ട് ഉയർത്തുകയാണെങ്കിൽ
അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ അധികൃതരെ അറിയിച്ചിട്ട് മിനിസ്റ്ററിനോടൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും അതിന് കാരണം പറഞ്ഞത് അവിടെ സ്റ്റാഫ് പാറ്റേൺ മാറും, സ്റ്റാഫ് പാറ്റേൺ മാറ്റാനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് തള്ളിക്കളഞ്ഞത്. അതിനും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ സംസാരിച്ചിട്ട് അതിന് സ്റ്റാഫ് പാറ്റേൺ, പ്രത്യേകിച്ച് പി ടി തോമസ് ഒക്കെ ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടി 1,20,00,000 രൂപ അതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് താലൂക്ക് ആശുപത്രി ഇല്ലെങ്കിൽ നടക്കൂല എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയും അതിനായിട്ട് ടെക്നീഷ്യനെയും അതിനു വേണ്ടിയിട്ടുള്ള ഡോക്ടറിനെയും അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അധിക ചെലവ് നമ്മളുടെ മുനിസിപ്പാലിറ്റി വഹിക്കാമെന്നും ഏറ്റിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ട് പോലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. മറ്റൊരു കാര്യം, നമ്മുടെ വ്യാവസായിക നഗരമാണ് കൊച്ചി, അറിയാമല്ലോ. തൃക്കാക്കര പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം IT ഹബ്ബുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ VD സർക്കാർ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, യുവാക്കൾ വളരെയധികം നമുക്ക് തൊഴിൽ തേടി പുറത്തു പോകേണ്ടി വരില്ല, യുവാക്കൾക്ക് ഇവിടെ തന്നെ തൊഴിൽ നടക്കും. നമുക്ക് തൃക്കാക്കര ഒരു ഉദാഹരണമാണ്. ധാരാളം IT ഹബ്ബുകൾ വരുന്നു, ധാരാളം കുട്ടികൾക്ക് ഇതുണ്ട്. എന്താണ് IT ഹബ്ബുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ്, വ്യാവസായിക നഗരം എന്നുള്ള നിലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അവിടെ IT ഹബ്ബുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു, അതെങ്ങനെ മോണിറ്റർ ചെയ്യണു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾ 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ വിദേശത്ത് പോയി പഠനം ആഗ്രഹിക്കുന്നു, അവർ പുറത്തു പോയി പഠിക്കാമെന്ന് പറയുന്നു. പലർക്കും സ്കൂളിലെ അവർ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്ത് പോകുമ്പോൾ അവർക്കത് പൂർത്തീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. പലരും പബ്ബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് രൂപ കടമെടുത്തിട്ടാണ് അച്ഛനമ്മമാർക്ക് ബാധ്യതയുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് അവരതവിടെ തന്നെ ആ പഠനം ഉപേക്ഷിച്ച് ചെറിയ ജോലിയിലൊക്കെ അങ്ങ് കടന്നുകൂടി അവിടെ തന്നെ അങ്ങനെ പോകുകയാണ്. അതുകൊണ്ട് സാറ്റിസ്ഫൈ ആവേണ്ട ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ, ഞങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം കൊണ്ട് ചോദിക്കുകയാണ്. സീപോർട്ട് എയർപോർട്ട് നമ്മളിപ്പോൾ ഉണ്ട് അവിടെ പല സമയത്തും രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. വളരെ എല്ലാവർക്കും എത്തിപ്പെടാനുള്ള ഒരു സ്ഥലമാണ് അത്. അപ്പോൾ അതിന് MLA അതിനൊക്കെ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, മെട്രോൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. മെട്രോൻ്റെ പ്രവർത്തനം മുഴുവനായിട്ടും സെക്കൻഡ് ഫേസ് എൻ്റെ മണ്ഡലത്തിൽ ആണ് നടക്കുന്നത്. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോൻ്റെ പ്രവർത്തനം കഴിയുകയാണെങ്കിൽ ശരിയാവും. സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് ഇപ്പോൾ KMRL MDക്ക് അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പുനർചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ അടുത്ത് തീർച്ചയായിട്ടും ഇത് അറിയിക്കും. സമയബന്ധിതമായിട്ട് അവിടെ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നാമത്തെ ഫേസിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ ഫേസിന് 22 റോഡും 4 പാലങ്ങളും നൽകിയെങ്കിൽ ഈ സെക്കൻഡ് ഫേസിൽ ഒരു സിംഗിൾ റോഡ് പോലും നൽകാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മൾക്ക് കൂടെ ഉണ്ടായിരുന്നത്. അതിനെല്ലാം ഒരു മാറ്റം വരും. തീർച്ചയായിട്ടും തൃക്കാക്കര ഒരു പ്രത്യേക പാക്കേജോടുകൂടി തന്നെ വലിയ വികസനത്തിലേക്ക് കടക്കും. ഒരിക്കലും വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വികസനമല്ല. കേരയിൽ പോലെയുള്ള അടുക്കളയിൽ മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഏറ്റവും നല്ല ശക്തമായിട്ട് തൃക്കാക്കര മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയം. ഒരു കാര്യം കൂടി, VD സതീശൻ അധികാരത്തിൽ വന്നേക്കാണ്, അത് പറയാതെ പോകാൻ വയ്യ. അപ്പോൾ അദ്ദേഹം പുതിയ ആളുകൾക്ക്, സതീശൻ തന്നെ പുതിയതായിട്ട് ആദ്യമായിട്ട് മന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയായി. ഞാൻ പറയട്ടെ, ഞങ്ങളുടെയൊക്കെ ഒരു തൃക്കാക്കര നഗരവാസി എന്നുള്ളൊരു നിലയിൽ കൂടി ചോദിക്കുകയാണ്, PT തോമസിനെ പോലുള്ളൊരു ജനകീയനായ നേതാവ് സതീശന് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്, അത്രയും ജനകീയനായ ഒരു നേതാവായിരുന്നു. ഇതുവരെ ഒരു മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ആ ഒരു പരിഭവം തൃക്കാക്കര നിവാസികൾക്കുണ്ട്. അങ്ങനെ ശ്രീമതി ഉമ്മ തോമസിന് തോന്നിയിട്ടുണ്ടോ? പുതിയ മന്ത്രിമാർ മന്ത്രിയായി വന്നിരുന്നെങ്കിൽ എന്തെല്ലാം കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തിന് നമ്മൾ ആയിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ എന്നുള്ളതിനെ പറ്റി സംസാരിക്കണ്ടല്ലോ. നിലവിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ ഭംഗി. ഏറ്റവും നന്നായിട്ട് വളരെ ആഴത്തിൽ പഠിച്ച് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മളുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു കൈ കടന്നു ചെല്ലും എന്നുള്ളത് സംശയമില്ല.
ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ട് UDF-ന് സാധിക്കും. അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. അടുത്ത 5 വർഷങ്ങൾ നമ്മൾക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് തുടരും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. അത്തരം രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും. അപ്പോൾ ആരോഗ്യ മേഖല പറഞ്ഞു, എല്ലാ കാര്യങ്ങളും വിദഗ്ധമായി തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു 3-ാം ഊഴം പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിന് LDF-ന് വൻ തിരിച്ചടിയായത്? ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചോ? 3-ാം ഊഴം അവർ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു കിട്ടുമെന്ന്. പക്ഷേ UDF അത് പ്രതീക്ഷിച്ചില്ല. എന്തായാലും മാറ്റം കൊണ്ടുവന്ന് ഇത്തവണ അധികാരത്തിലേറുമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നോ ജനങ്ങൾ? തൃക്കാക്കരയിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? നിങ്ങൾക്ക് ഇപ്പം 102 സീറ്റോടുകൂടി ഈ ഭരണം കൈയടക്കി കഴിഞ്ഞപ്പോൾ UDF എന്താണ് പ്രതീക്ഷിച്ചത്, എന്താണ് നടപ്പാക്കിയത്? 100+ എന്ന മുഖ്യമന്ത്രിയുടെ വാചകം കൃത്യമായി എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ LDF സർക്കാരിനായില്ല. ഏറ്റവും പ്രഥമ സൗകര്യങ്ങൾ പോലും നൽകാനായിട്ട് അവർ ശ്രദ്ധിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ അവഗണിച്ചു എന്നുള്ളതും തന്നെയാണ് അവരുടെ പരാജയത്തിന് കാരണം. ഇത്തവണത്തെ ഈ UDF സർക്കാരിൽ ഉള്ള ഒരു, ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഭരണം UDF, കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഭരണം UDF. അപ്പോൾ ഒരു ഒത്തിണക്കത്തോടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ നേടാനാവോ അതെല്ലാം നേടിയിരിക്കും. തൃക്കാക്കരയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനാകുമോ അതിൻ്റെ പരമാവധി ചെയ്യാനുള്ള ഒരു സൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം രീതിയിൽ തന്നെ MLA എന്ന നിലയിൽ ഞാൻ ഇടപെടും. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ഒരു MLA ആയിട്ട് ഞാൻ അതിൻ്റെ പാതയിൽ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സമഗ്രമായ വികസനം തൃക്കാക്കരയ്ക്കുണ്ടാവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടുള്ള വികസനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത്തരം രീതിയിലുള്ള എല്ലാ പദ്ധതിക്കും കൂട്ടായിട്ട് ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്. അപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ തൃക്കാക്കരയുടെ സമഗ്ര വികസനത്തിനായി PT-യുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി, സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനായി എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ അണികളോട് ചേർന്ന് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും തൃക്കാക്കരയുടെ സമഗ്ര വികസനത്തിനായി നമുക്കും കാത്തിരിക്കാം. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.